മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്നത്തെ കാറ്റഗിസം അവറിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു നല്ല കുമ്പസാരത്തിന് ആവശ്യമായ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ്. 5 കാര്യങ്ങളാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഒന്നാമത്തേത്, പാപങ്ങളെല്ലാം ക്രമമായി ഓർക്കുന്നത്. രണ്ടാമത്തേത്, പാപങ്ങളെ ഓർത്ത് പശ്ചാത്തപിക്കുന്നത്. മൂന്നാമത്തേത്, മേലിൽ പാപം ചെയ്യുകയില്ല എന്ന് ദൃഢമായി പ്രതിജ്ഞ ചെയ്യുന്നത്. നാലാമത്തേത്, പാപങ്ങളെല്ലാം വൈദികനോട് ഏറ്റുപറയുന്നത്. അഞ്ചാമത്തേത്, വൈദികൻ നൽകുന്ന പ്രായശ്ചിത്തം നിറവേറ്റുന്നത്. ഒന്നാമത്തേത്, പാപങ്ങളെല്ലാം ക്രമമായി ഓർക്കുക എന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം തെറ്റുകളാണ് സംഭവിച്ചതെന്ന് യഥാർത്ഥമായ ഒരു ആത്മശോധനയിലൂടെ ചിന്തിച്ച് മനസ്സിലാക്കി അത് മനസ്സിലോർത്ത് പശ്ചാത്തപിക്കുന്നതാണ് ഒന്നാമത്തേത്. രണ്ടാമത്തേത്, പാപങ്ങളെയൊക്കെ ഓർത്ത് പശ്ചാത്തപിക്കുക എന്നുള്ളതാണ്. പശ്ചാത്താപം എന്നാൽ മറ്റൊന്നുമല്ല, പരമകാരുണികനായ ദൈവത്തോട് നമ്മൾ നമ്മുടെ സ്വാർത്ഥത മൂലം പാപം ചെയ്തല്ലോ എന്നുള്ള സങ്കടവും അതിനെ തുടർന്ന് പാപങ്ങൾ ഏറ്റുപറയാനായിട്ടുള്ള ഒരു യഥാർത്ഥ മനസ്സുമാണ്. മൂന്നാമത്തേത്, മേലിൽ ഒരിക്കലും പാപം ചെയ്യുകയില്ല എന്നുള്ള ദൃഢപ്രതിജ്ഞയാണ്. വീണ്ടും പാപം ചെയ്യുകയില്ല എന്നുള്ള ആ ഒരു പ്രതിജ്ഞ മനസ്സിലെടുക്കണം. അതെത്ര ആത്മാർത്ഥമായിട്ട് എടുക്കാൻ പറ്റുമോ അത്രയും ആത്മാർത്ഥമായിട്ട് എടുക്കുക. പാപസാഹചര്യങ്ങളെല്ലാം ഉപേക്ഷിക്കും എന്നുറച്ച തീരുമാനമെടുക്കുക. ചെയ്യാൻ പറ്റുന്ന നന്മകൾ കൂടുതലായി ചെയ്യുമെന്നും പ്രതിജ്ഞയെടുക്കുക. നാലാമത്തേത്, പാപങ്ങളെല്ലാം വൈദികനോട് ഏറ്റുപറയുക എന്നുള്ളതാണ്. കുമ്പസാരത്തിലെ ഒരു അഭിവാജ്യ ഘടകമാണ് പാപങ്ങൾ വൈദികനോട് ഏറ്റുപറയുക എന്നുള്ളത്. ഈ പാപങ്ങളെല്ലാം നമ്മൾ ഏറ്റുപറയുമ്പോൾ നമ്മുടെ ആത്മാവിൻ്റെ യഥാർത്ഥ സ്ഥിതി വൈദികന് മനസ്സിലാകുന്ന രീതിയിൽ വേണം നമ്മൾ പാപങ്ങളെല്ലാം ഏറ്റുപറയാൻ. പാപങ്ങളുടെ എണ്ണവും തരവും എത്രമാത്രം നമ്മളത് ആവർത്തിച്ചു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മാത്രമാണ് ഈ പാപങ്ങളൊക്കെ ഒരു ശീലമായി നമ്മുടെ ആത്മാവിൽ തഴച്ചു വളർന്നിട്ടുണ്ടോ എന്ന് വൈദികന് മനസ്സിലാക്കാനും അങ്ങനെ ആവശ്യമായ ഉപദേശം നൽകാനും അദ്ദേഹത്തിന് സാധിക്കത്തുള്ളൂ. അതുപോലെ അദ്ദേഹം നൽകുന്ന ഉപദേശങ്ങൾ സ്വീകരിക്കാനുള്ളൊരു തുറന്ന മനസ്സുകൂടി നമുക്കുണ്ടാവണം. അഞ്ചാമത്തേത്, വൈദികൻ നൽകുന്ന പ്രായശ്ചിത്തം നിറവേറ്റണം. നമുക്കറിയാം, നമ്മൾ ചെയ്യുന്ന പാപങ്ങളെല്ലാം ദൈവവുമായിട്ടുള്ള ബന്ധത്തിലൊരു വിള്ളലുണ്ടാക്കുന്നുണ്ട്. അതുപോലെ മറ്റു മനുഷ്യർക്കത് ദ്രോഹവുമായി മാറുന്നുണ്ട്. അതിന് പരിഹാരം ചെയ്യുന്നതിൻ്റെ ഒരു പ്രതിരൂപമാണ് വൈദികൻ നൽകുന്ന പ്രായശ്ചിത്തം നമ്മൾ നിറവേറ്റുന്നത്. ഇതുകൂടാതെ മറ്റു പരിഹാര പ്രവൃത്തികൾ നമ്മുടെ ജീവിതത്തിലുടനീളം ഉപവാസമായിട്ടും പ്രാർത്ഥനയായിട്ടും പരിത്യാഗമായിട്ടും നമ്മൾ തുടരേണ്ടിയിരിക്കുന്നു. 5 കാര്യങ്ങളാണ്. ഒന്നാമത്തേത്, പാപങ്ങൾ ക്രമമായി ഓർക്കുന്നത്. രണ്ടാമത്തേത്, പാപങ്ങളെ ഓർത്ത് പശ്ചാത്തപിക്കുന്നത്. മൂന്നാമത്തേത്, മേലിൽ പാപം ചെയ്യുകയില്ല എന്ന് ദൃഢമായി പ്രതിജ്ഞ ചെയ്യുന്നത്. നാലാമത്തേത്, പാപങ്ങളെല്ലാം വൈദികനോട് ഏറ്റുപറയുന്നത്. അഞ്ചാമത്തേത്, വൈദികൻ നൽകുന്ന പ്രായശ്ചിത്തം നിറവേറ്റുന്നത്. ദൈവം അനുഗ്രഹിക്കട്ടെ.